ഈ വാട്സപ്പിനകത്തെ എല്ലാവരും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ ഇടുന്ന ആ ഫോട്ടോ എവിടെ നിന്നാണ് സേവ് ചെയ്യുന്നത്? എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. ഞാൻ അവരിടുന്ന ഫോട്ടോ എടുത്താണ്. അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഞാനത് അവരിടുന്നതാണ് എടുത്തിടുന്നത്. അത് അവരിടുന്നത് നമ്മൾ എടുത്തിടുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അമ്മ ഇടാനൊന്നും പോകണ്ട. എന്നാലും എടാ നീ അതെല്ലാം ഒന്നുകൊണ്ട് എനിക്ക് ഡൗൺലോഡ് ആക്കി തരാം. അവർ തന്നെ ഇടുന്നത് എങ്ങനെയാണ് എടുത്തിടുന്നത്? എന്താ ഗുഡ് നൈറ്റ് ഇല്ലെങ്കിലും ഗുഡ് മോർണിംഗ് എടുത്ത് തന്നാൽ മതി. രാവിലെ 9 മണിക്ക് മുമ്പ് ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലടാ. അതുമല്ലടാ ഞാൻ തന്നെ ഇടാതിരിക്കുമ്പോൾ അവരൊക്കെ പറയും എനിക്ക് ഭയങ്കര പവറാ, അതുകൊണ്ട് ഇടാത്തതെന്ന്. ഒന്ന് ചെയ്തതാടാ. ഞാൻ ഫ്രീ ആകുമ്പോൾ അയച്ചു തന്നേക്കാം. എളുപ്പം അയച്ചു തരണേ. നാളെ രാവിലെ മുതൽ എനിക്ക് ഇടാൻ തുടങ്ങണം. ഇട്ടേക്കാം. മോനെ ഇതാരാന്ന് മനസ്സിലായോ നിനക്ക്? ആരാ? ഞാൻ പറഞ്ഞാൽ ഞാൻ കാണിച്ചില്ലായിരുന്നു അമ്മയുടെ കൂടെ പത്തി പഠിച്ച് ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴത്തേക്കിന് അമ്മയുടെ കൂട്ടുകാരി ഷാനി എന്ന് പറഞ്ഞ അവിടെ മോൻ്റെ മോൻ അവളിപ്പം ഗ്രൂപ്പിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ഇട്ട് തന്നതാ. അവൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, കുഞ്ഞതിനകത്ത് അഭിനയിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാടാ. എന്തോ തക്കടും കൊണ്ട് തന്നെ ഒരു കുഞ്ഞടാ. അയ്യോ, അമ്മ നേരെ കിടക്ക്. അമ്മയോട് തന്നെയല്ലേ പറഞ്ഞേ ഫോണും പൊട്ടിപ്പോവുക, അടങ്ങി നേരെ കിടക്കാൻ. എടാ ഞാൻ ഫോൺ കാണും, ഉറങ്ങുമൊന്നുമല്ലടാ. ഫോൺ കാണുമോ? ഞാൻ ഇച്ചിരി കോമഡി വീഡിയോ ഒക്കെ കാണുമായിരുന്നു. എന്തെങ്കിലും ഒരു ഷോർട്സ് ഇടണ്ടേ, അപ്പം അതിന് വേണ്ടി കോമഡി നോക്കുമായിരുന്നു. അതാണ്ട് അമ്മ മുറിയിലെങ്ങാനും പോയി കിടക്കുക ഫോൺ ഓഫ് ചെയ്തിട്ട്. അമ്മ അത് എൻ്റെ ചാർജറല്ലേ? എൻ്റെ ചാർജർ ഒക്കെ കേടായി. എൻ്റെ ഫോണിൽ തന്നെ ഇപ്പം 50% ഉള്ളൂ. 50% താഴെയാണ്. ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ചാർജ് തീർന്നത് അറിഞ്ഞില്ല. അമ്മയോട് ആരാ അതൊക്കെ പറഞ്ഞേ? ഞാനിത് കേട്ടിട്ടുണ്ടായിരുന്നു 50% താഴെ ഫോണിൽ ചാർജ് പോകരുത്, ഫോൺ എളുപ്പം കേടാകുമെന്ന്. അതൊരു പുതിയ കണ്ടുപിടുത്ത. അമ്മ അതെന്റെ ചാർജറല്ല, ആ ചാർജർ കേടാവും. ഒന്നാമത് അതിന്റെ വയറെല്ലാം പോയി കിടക്കും. ഞാൻ പറഞ്ഞു കേട്ടോ. അമ്മയുടെ ചാർജർ എന്ത്? എന്റേത് കേടാന്ന് പറഞ്ഞില്ല. ഇനി ഇതിപ്പം 100% ആകാതെ ഈ ചാർജർ ഊരി പോയേക്കല്ലേ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. അമ്മയുടെ ഫോണിനകത്ത് ചാർജ് ഒക്കെ കാണും. അമ്മ ചുമ്മാ കുത്തി വെക്കുന്നു. 50% പറഞ്ഞില്ലേ? 50% ഒക്കെ എന്തോ കൂടുതലല്ലേ? എന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ചാർജ് തൊട്ട് പോയേക്കരുത്. ഞാൻ പറഞ്ഞേക്കാം കേട്ടല്ലോ. എടാ മോനെ, ഞാനേ വാട്സപ്പിലെ ഒരു ഫോട്ടോ നിനക്ക് ഇട്ടിട്ടുണ്ടേ. അത് നീ കണ്ടിട്ട് നീ അത് 10-15 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്തോ അമ്മ എന്തോ ഫോട്ടോ എനിക്ക് എന്തോ അയക്കുന്നത്? ഓ എടേ, എന്റെ ഗ്രൂപ്പിൽ വന്നത് സ്കൂളിന്റെ. ഈ അമ്മയ്ക്ക് ഫോൺ മേടിച്ചു കൊടുത്ത വലിയ ഇതാണല്ലോ. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് 10-15 പേർക്ക് അയച്ചു കൊടുക്കണം. അല്ലെ എന്തെങ്കിലും ഒരു ആപത്ത് വരുമെന്ന്. എത്ര മണിക്കൂർ എന്തോ മണ്ടത്തരമൊക്കെ ഈ പറയുന്നത്. പരീക്ഷയുടെ റിസൾട്ടൊക്കെ നിനക്ക് ഒന്നാമത് ദൈവവിശ്വാസം ഇല്ലെന്ന് ഞാൻ നോക്കിയിട്ട് എളുപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. പിന്നെ ഓരോ മണ്ടത്തരം കൊണ്ടുവന്നു. മണ്ടത്തരം ഒന്നുമല്ല. നിന്നോട് പറഞ്ഞത് നീ അങ്ങ് ചെയ്താൽ മതി. എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണേടാ. എന്തോ അമ്മയ്ക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര വയറുവേദന. അത് ഗ്യാസ് വല്ലതും ആയിരിക്കും. ഗ്യാസാന്ന് അമ്മ ആദ്യം വിചാരിച്ച. ഇഞ്ചിനീരൊക്കെ പിഴിഞ്ഞ് കുടിച്ച് ആ ഗ്യാസിലെ മരുന്നൊക്കെ കുടിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല. പിന്നെ അമ്മ ചുമ്മാ ഓരോ വീഡിയോയും കണ്ടു എല്ലാം പറഞ്ഞു. നമ്മള് ഫേസ്ബുക്കിൽ ഈയിടെ ഒരു ഡോക്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. വയറ്റുവേദനയാണെങ്കിലും നമ്മൾ ഈ വെച്ചോണ്ടൊന്നും ഇരിക്കരുത്, അതൊക്കെ പോയി ഓരോന്നൊക്കെ നമ്മൾ ഡോക്ടറെ കണ്ടു. ഫോൺ മിക്കവാറും ഞാൻ എറിഞ്ഞുകൂടി ചുമ്മാതെ ഫേസ്ബുക്കും വാട്സപ്പും. പിന്നെ എന്തോ ഡോക്ടർമാരുടെ ചാനൽ അവരുള്ളതല്ലേ പറയുന്നത്. നമ്മൾ കാര്യമാക്കേണ്ടത് കാര്യമാക്കണം. പിന്നെ ഓരോരുത്തർ അതിന്റെ പുറത്ത് എന്തുമാത്രം കമന്റ് ഇട്ടേക്കുന്നറിയാം. അവർ കാര്യമാക്കാതെ വെച്ചോണ്ടിരുന്ന അവർക്ക് എന്തെല്ലാം രോഗങ്ങളായെന്നൊക്കെ പറഞ്ഞു. എന്തുവാ പേടിക്കേണ്ട രോഗങ്ങളൊക്കെ ആയത്. അത് അവർക്ക് അറിയാവുന്നവരെല്ലാം കമന്റ് ഇട്ടേ പോവാൻ മേനിച്ച്.